ഹായ് എവ്രി വൺ, എല്ലാവർക്കും സാംസൺ വെൽനസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന VB. നമുക്കിന്ന് ക്ലിയർ സ്കിൻ എങ്ങനെ കിട്ടാം എന്ന് നോക്കാം. എല്ലാവരുടെയും ആഗ്രഹമാണ് ആക്നെ ഫ്രീ ക്ലിയർ സ്കിൻ. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്സ് വ്യത്യസ്തമാണ്. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ആക്നെ പ്രോൺ, മുഖക്കുരു വരാൻ സാധ്യതയുള്ള സ്കിൻ ഓയിലി സ്കിൻ തന്നെയാണ്. ഡ്രൈ സ്കിന്നിനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഡ്രൈ സ്കിന്നിൽ ഇച്ചി, ഫ്ലേക്കി, ഡ്രൈ അപ്പിയറൻസ് ഉണ്ടാവും. അത് മിക്കവാറും സ്കിന്നിൻ്റെ ബ്യൂട്ടി, അതുപോലെ സ്കിന്നിൻ്റെ ഹെൽത്ത്, അത് രണ്ടും പ്രശ്നത്തിലാക്കുന്ന കാര്യങ്ങളാണ്. ഡ്രൈ സ്കിന്നിനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നോർമൽ സ്കിൻസിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് പ്രോബ്ലംസ്. എങ്കിൽ പോലും നമ്മുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ നോർമൽ സ്കിന്നിൽ പോലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കെയർ ആവശ്യമാണ്. അപ്പോൾ സ്കിൻ ബാരിയർ, നമ്മുടെ സ്കിന്നിന് ഒരു ഹെൽത്തി ബാരിയർ ഉണ്ട്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹെൽത്തി ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഹെൽത്തി സ്കിൻ ബാരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിന്നിൻ്റെ ഔട്ടർ ലെയറാണ് സ്ട്രാറ്റം കോർണിയം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുക, അതിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ചർമ്മ സംരക്ഷണം. നമ്മൾക്ക് സ്കിന്നിൻ്റെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള ഭാഗം വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അതാണ് സ്കിൻ കെയർ ബാരിയർ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എന്തൊക്കെ ചെയ്യണം? ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ക്ലീൻ, ഹെൽത്തി, ക്ലിയർ സ്കിൻ തരും. അപ്പോൾ ആ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്കിൻ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു സപ്പിൾ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ലുക്ക് ഉണ്ടായിരിക്കും. ലുക്ക് മാത്രമല്ല, സ്കിൻ വളരെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം ഹൈഡ്രേറ്റ് ചെയ്യുക. ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ കാലാവസ്ഥയിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. സമ്മറാണ്, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വെള്ളം കുടിക്കാം. എന്ന് വെച്ചാൽ വെള്ളം അമിതമാവരുത്. 5 ലിറ്റർ വെള്ളമൊന്നും കുടിക്കരുത്. ആവശ്യത്തിന് ദാഹത്തിനനുസരിച്ച് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ. നമ്മൾ മോരുവെള്ളം, അതുപോലെ എന്തെങ്കിലും സോൾട്ട് അടങ്ങിയിട്ടുള്ള വെള്ളം കൂടെ കുടിക്കുന്നത് സ്കിന്നിൻ്റെയും അതുപോലെ ജനറൽ ഹെൽത്തിൻ്റെയും ആരോഗ്യത്തിന് നന്നായിരിക്കും. ഇപ്പോൾ പറഞ്ഞു സമ്മറാണെന്ന്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സ്കിന്നിൻ്റെ ഹെൽത്ത് സമ്മർ സീസണിലും അതുപോലെ ജനറലി സൺ എക്സ്പോഷർ വരുന്ന സമയങ്ങളിലും സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സമ്മർ സീസണിൽ മാത്രമല്ല, എല്ലാ സീസണിലും നമ്മൾക്ക് സൂര്യപ്രകാശം നേരിട്ട് ഒരുപാട് നേരം പതിക്കുകയാണെങ്കിൽ പ്രിമച്വർ ഏജിങ് വരും. സ്കിന്നിൽ ടാൻ മാത്രമല്ല വരാം. പ്രിമച്വർ ഏജിങ് എന്ന് പറഞ്ഞാൽ അകാല വാർദ്ധക്യം. അത് ഫോട്ടോ ഏജിങ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തും അതുപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പതിക്കുന്നത് വഴി സ്കിന്നിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, സ്കിൻ തിക്കനിങ്, ഇതൊക്കെയാണ് ഫോട്ടോ ഏജിങ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് തടയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൻ സൺ എക്സ്പോഷർ വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? ആദ്യം നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുക സ്കിൻ ടാനാണ്. സ്കിൻ കുറച്ച് കരുവാളിച്ചിരിക്കുന്ന പോലെ തോന്നും. അതായത് ടാനിങ് വരും. ചില ആൾക്കാർക്ക് ബേൺഡ് അപ്പിയറൻസ് ഉണ്ടാവും. ഹീറ്റ് തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ സ്കിന്നിലൊരു റെഡ്നെസ് എല്ലാം കാണില്ലേ, അപ്പോൾ അതുപോലെ എറിത്തിമ എന്ന് പറയും. ആ ഒരു അവസ്ഥ അക്യൂട്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മളിപ്പം നല്ല സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് പ്രത്യക്ഷമാവുന്നത് ഒരു റെഡ്നെസ് ആണ്. അപ്പോൾ സ്കിൻ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. സ്കിൻ ബാരിയർ പ്രശ്നത്തിലാവുന്നത് സൂര്യപ്രകാശം കൊണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രോണിക് ഇഫക്റ്റ്, ദീർഘകാല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഏജിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ കട്ടി കൂടും, കൊളാജൻ്റെ ഡിസ്ട്രപ്ഷൻ നടക്കും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, ഏജിങ് സൈൻസ് വരും, റിങ്കിൾസ് വരും. അതാണ് സൂര്യപ്രകാശം നിരന്തരമായി ഏറ്റാലുണ്ടാവുന്ന പ്രശ്നം. അപ്പോൾ ഇതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിന് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നന്നായിട്ട് സൺ എക്സ്പോഷർ ഉണ്ട്, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നമ്മൾ സൺസ്ക്രീൻ്റെ ഉപയോഗം അമിതമാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ്റെ ആവശ്യമില്ല. പക്ഷേ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല. പക്ഷേ എന്നാലും സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ അല്ല. അത് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അത് കൂടാതെ സൺ പ്രൊട്ടക്ഷനുള്ള മറ്റു ഉപാധികൾ കൂടെ നോക്കേണ്ടതാണ്. അതായത് ഹാറ്റ് ഉപയോഗിക്കുക, കുട ഉപയോഗിക്കുക, ഷോൾ ഉപയോഗിക്കുക, അങ്ങനെ പല കാര്യങ്ങളും. കഴിയുന്നതും ഡയറക്റ്റ് എക്സ്പോഷർ കുറയ്ക്കുക. അപ്പോൾ സ്കിൻ കെയർ നോക്കുന്ന ആൾക്കാർ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. കുറയ്ക്കുക. വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു 15 മിനിറ്റ് എക്സ്പോഷർ നല്ലതാണ്. കഴിയുന്നതും ഫേഷ്യൽ സ്കിൻ എക്സ്പോസ് ചെയ്യാതിരിക്കുക. ഫേഷ്യൽ സ്കിൻ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിൻ
ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും സൺസ്ക്രീനിന് റെക്കമെൻഡ് ചെയ്യാതെ പറ്റില്ല. ഈ ഒരു കാലാവസ്ഥയിൽ വേറെ ഒരു പ്രശ്നം സൂര്യാതപം ഏൽക്കുന്നതുകൊണ്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്കിൻ ഡ്രൈനെസ് വരും. അത് നോർമൽ സ്കിന്നിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡ്രൈ സ്കിന്നിൽ കുറച്ചും കൂടെ ഡ്രൈ ആവും സ്കിൻ, പിന്നെ പിഗ്മെൻറ്റേഷൻ വരാം. നോർമൽ സ്കിന്നിനും ഒക്കെ ഇത് ബാധകമാണ്. ഓയിലി സ്കിന്നിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വിയർപ്പ് താഴ്ന്ന് പോസ് എല്ലാം ക്ലോഗ് ചെയ്ത് ആക്നെ കൂടാനൊക്കെ കാരണമാകും. അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, സമ്മറിൽ മാത്രമല്ല. അപ്പോൾ വിൻ്ററിലാണെങ്കിലും നമ്മളിപ്പം അതിശൈത്യം നമ്മുടെ കേരളത്തിലില്ല, പക്ഷേ നമ്മളെവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ, ഇപ്പോൾ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഫ്രീസിങ് ടെമ്പറേച്ചേഴ്സാണ്. അപ്പോൾ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ സ്കിന്നിന് അത് വളരെ ദോഷം ചെയ്യും. പെട്ടെന്ന് റിങ്കിൾസ് വരും, ഇൻഫ്ലെയിംഡ് ആവും സ്കിൻ. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, പിന്നീട് ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ എടുക്കുക. നമ്മൾ യാത്രകൾ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ വിൻഡും നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. ഡ്രൈനെസ് ഒരുപാട് ഉണ്ടാക്കും. നമ്മളിപ്പോൾ ലോങ് ജേർണി ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സൈഡ് സീറ്റ് തന്നെ ഇരിക്കും. ഒരുപാട് കാറ്റ് നമ്മുടെ മുഖത്തേക്കും എല്ലാം കൊള്ളും. അപ്പോൾ കുറേ നേരം അങ്ങനെ കൊള്ളുന്ന സമയത്ത് അത് സ്കിന്നിന് അത്ര നല്ല കാര്യമല്ല. സ്കിൻ ഡ്രൈ ആകും. അപ്പോൾ അത് കുറയ്ക്കാൻ നമ്മൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, സ്കാർഫ് ഉപയോഗിക്കാം. നമ്മൾക്ക് ഒരുപാട് പിന്നെ നമുക്ക് ഷട്ടേഴ്സ് ഉണ്ടാവുമല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിളിൽ, അതെല്ലാം യൂസ് ചെയ്യാം. കണ്ടിന്യൂസ്ലി വിൻഡിനോട് എക്സ്പോഷർ നല്ലതല്ല, സണ്ണിനോട് എക്സ്പോഷർ നല്ലതല്ല. അതുപോലെ തന്നെ വിൻ്ററിലും അതിശൈത്യം വളരെ പ്രശ്നമാണ്. അപ്പോൾ കാലാവസ്ഥ നമ്മുടെ സ്കിന്നിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. അടുത്ത കാര്യം നമ്മൾക്ക് ഡയറ്റാണ്. ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്കിന്നിൻ്റെ ഹെൽത്തിന്. പ്രത്യേകിച്ചും ക്ലിയർ സ്കിൻ മാത്രമല്ല, സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ജനറലി നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി കണ്ടീഷനിൽ നിൽക്കണമെങ്കിൽ, നറിഷ്ഡ് ആയിട്ടിരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം തന്നെ കഴിക്കണം. നമ്മൾ ഉള്ളിൽ നിന്നാണ് സ്കിന്നിൻ്റെ ഹെൽത്ത് ശരിക്കും വരുന്നത്. അത് നമ്മൾ എക്സ്റ്റേണലി എന്തൊക്കെ ചെയ്താലും ഉള്ളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോഷകം നമ്മുടെ സ്കിന്നിൽ എത്തിയാൽ മാത്രമേ നമ്മളുടെ സ്കിൻ ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഇരിക്കുകയുള്ളൂ. അത് ഹെൽത്തി സ്കിന്നാണ് ബ്യൂട്ടിഫുൾ സ്കിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ ഷെയ്ഡ്സോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഹെൽത്തി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഡ്രൈനെസ്സും ഇച്ചിങ്ങും ഒന്നുമില്ലാത്ത, ഫ്ലേക്കിനെസ് ഇല്ലാത്തൊരു സ്കിന്നായി. ഇപ്പോൾ എന്തൊക്കെ ഭക്ഷണമാണ് സ്കിന്നിനെ ഹെൽത്തിയാക്കി നിലനിർത്തുവാൻ വേണ്ടത് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം പ്രോട്ടീൻ തന്നെയാണ്. പ്രോട്ടീൻ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾ പ്രോട്ടീൻസും ഉണ്ട്, അനിമൽ പ്രോട്ടീൻസും ഉണ്ട്. അനിമൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഫിഷ്, ചിക്കൻ, എഗ്സ്, ഇവയെല്ലാം നല്ല പ്രോട്ടീൻസാണ്, കംപ്ലീറ്റ് പ്രോട്ടീൻസാണ്. അതുകൂടാതെ പയർ, ലെഗ്യൂംസ്, പയർവർഗ്ഗങ്ങൾ, അതുപോലെ കടല, ഇതെല്ലാം പ്രോട്ടീനാണ്. ഇങ്ങനെ പ്രോട്ടീൻ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവണം. അത് സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത കാര്യം ഒമേഗ ഫാറ്റി ആസിഡ്സ് ആണ്. ഒമേഗ ഫാറ്റി ആസിഡ്സ് നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ മെയിൻ്റനൻസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊരു ലിപ്പിഡ് ബാരിയർ ഉണ്ട്. അപ്പോൾ ആ ലിപ്പിഡ് ബാരിയർ ഫോർമേഷന് ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന നട്ട്സിൽ, ഫിഷിൽ ഒക്കെ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. നട്ട്സിൽ ALA ടൈപ്പ് ഒമേഗ ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. ഫിഷിലാണെങ്കിൽ ബാക്കി EPA, DHA ഫാറ്റി ആസിഡ്സ് ഉണ്ട്. വളരെയധികം സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ബ്രെയിനിനും ബാക്കി ഓർഗൻസിൻ്റെ ഹെൽത്തിനെല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഫിഷ് നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കുക. പിന്നെ ചിക്കനിലും പ്രോട്ടീനുണ്ട്, എഗ് പ്രോട്ടീൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് പ്രോട്ടീൻസ്. എഗ്ഗിലെ പ്രോട്ടീൻസ് മാത്രമല്ല മറ്റു വൈറ്റമിൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതും വളരെ നല്ലത് തന്നെയാണ്. പിന്നെ നമ്മൾക്ക് പയർവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, ഗ്രീൻ പീസ്, ചിക്ക് പീസ്, ഇതെല്ലാം ഉൾപ്പെടുത്താം ഭക്ഷണത്തിൽ. അടുത്തത് വേണ്ടത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുമാണ് ഒരുപാടുള്ളത്. സ്കിന്നിൽ വളരെ എസെൻഷ്യലാണ് വൈറ്റമിൻസ്. വൈറ്റമിൻ A സ്കിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ C കൊളാജൻ ഫോർമേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോട്ടീൻ നിന്നാണ് കൊളാജൻ ഉണ്ടാവുന്നത്. കൊളാജൻ പക്ഷേ ഫോം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ C നിർബന്ധമായിട്ടും വേണം. അപ്പോൾ വൈറ്റമിൻ C സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, നെല്ലിക്ക, ഇതിലെല്ലാം ഉണ്ട്. പേരയ്ക്ക, ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിക്കുക. നിങ്ങൾ ജനറലി ഫ്രൂട്ട്സ് ജീവിതത്തിൻ്റെ ഒരു എസെൻഷ്യൽ എലിമെൻ്റ് ആക്കി മാറ്റുക. അതായത് നിങ്ങൾ ഡെയിലി ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സ്, പിന്നെ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളത് കുറച്ച് നാൾ കഴിക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് അത് കഴിക്കുമ്പോൾ സ്കിന്നിലുണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ട്. പിന്നെ
അടുത്തത് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹോൾ ഗ്രെയിൻസ് ആണ്. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ നല്ല കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഹോൾ ഗ്രെയിൻസ്. നമ്മളെ ഭക്ഷണത്തിൽ നമുക്ക് എനർജി പ്രൊവൈഡറാണ് കാർബോഹൈഡ്രേറ്റ്. അവയും സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ നമ്മൾ റിഫൈൻഡ് ഷുഗറൊക്കെ ഒഴിവാക്കുക, ലിമിറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് എങ്കിലും. ഒരു വളരെ അപൂർവമായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഡെയിലി നിങ്ങൾ റിഫൈൻഡ് ഷുഗർ കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ, മുഖക്കുരു വരുന്ന ഓയിലി സ്കിൻ ആണെങ്കിൽ അവർക്ക് മുഖക്കുരു വിട്ട് മാറില്ല. കാരണം ഇൻഫ്ലമേഷൻ പ്രൊമോട്ട് ചെയ്യും ഷുഗേഴ്സ്. ആക്നെ ഡയറ്റ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഷുഗർ കട്ട് ചെയ്യും, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. ഫാറ്റ് സ്കിന്നിൻ്റെ ഹെൽത്തിന് ജനറലി പൊതുവേ നല്ലതല്ല. നല്ല ഫാറ്റ് ഉണ്ട്, ഒമേഗ ഫാറ്റി ആസിഡ്സ് നല്ലതാണ്. പക്ഷേ അൺഹെൽത്തി ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഇപ്പോൾ റെഡ് മീറ്റ്, അതുപോലെ തന്നെ വനസ്പതി, അങ്ങനെയുള്ളതൊന്നും സ്കിന്നിൻ്റെ ഹെൽത്തിന് നല്ല ഫാറ്റ്സ് അല്ല. ഓക്കെ. പിന്നെ ഡയറ്റ് കൂടാതെ നമ്മൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക സ്കിന്നിൽ. പ്രത്യേകിച്ച് ഈ സീസണിൽ മോയ്സ്ചറൈസർ, വിൻ്ററിലും ആവശ്യമാണ്. മോയ്സ്ചറൈസർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പം നല്ല ഹീറ്റ് ഉണ്ട്, നമ്മൾ പുറത്തിരിക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് സ്വെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ വരും. ജനറലി സ്കിന്നിൻ്റെ നോർമൽ ഒരു ടോൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഡൗൺ ആകും. അപ്പോൾ അത് കൂടാതെ തന്നെ ഹീറ്റ് കാരണം ഡ്രൈനെസ് വരാം. ഇത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് 10% നയസിനമൈഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കുന്നത് മാത്രമല്ല, നമുക്കിപ്പം ആക്നെ അഥവാ മുഖക്കുരു വന്നിട്ട് പിഗ്മെൻറ്റേഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും നയസിനമൈഡ് ഉള്ള മോയ്സ്ചറൈസർ സഹായിക്കും. നയസിനമൈഡ് ലോഷൻസ് എന്ന് പറഞ്ഞാൽ മതി. അത് ഒരുവിധം മോയ്സ്ചറൈസറിൽ, നല്ല മോയ്സ്ചറൈസേഴ്സിലല്ല അതുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എക്സ്ഫോളിയേഷനാണ്. നമ്മൾ പലതരം ഫേസ് പാക്സ്, അതുപോലെ തന്നെ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ അത് ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല മുഖക്കുരു ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും എക്സ്ഫോളിയേറ്റ് ചെയ്താൽ അത് സ്കിന്നിന് ദോഷമേ ചെയ്യുള്ളൂ. അത് ഇൻഫ്ലമേഷൻ അത് കൂടുതൽ വേഴ്സ് ആക്കും, ആഗ്രവേറ്റ് ചെയ്യും. ഫ്രീക്വൻറ്റ് എക്സ്ഫോളിയേഷൻ ഒഴിവാക്കുക. എന്താ ഈ എക്സ്ഫോളിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ സ്കിന്നിൽ തിക്കനിങ് വരിക, കട്ടി കൂടുക, അതുപോലെ തന്നെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പല ഫേസ് പാക്കും യൂസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെർമറിക് പാക്ക്, അത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത സ്കിന്നിൽ, അതായത് നോർമൽ സ്കിന്നിലോ ഡ്രൈ സ്കിന്നിലോ അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ ജസ്റ്റ് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഒരു എക്സ്ഫോളിയേഷന് സഹായിക്കുന്ന ഒരു ഏജൻറ്റാണ്. മറ്റു പല ഏജൻസുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ പല ടൈപ്പ് എക്സ്ഫോളിയേഷൻ ഏജൻസ് ഉണ്ട്. ഇപ്പം തൈര് നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ പീൽസ്, അത് കോസ്മെറ്റോളജി സെൻറ്റേഴ്സിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ എക്സ്ഫോളിയേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നത് നല്ലതല്ല. പക്ഷേ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാം. ഇൻഫ്ലെയിംഡ് സ്കിന്നിൽ ചെയ്യാതിരിക്കുക കിട്ടും. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ ഇതുപോലെ എക്സ്ഫോളിയേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ, അതായത് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ട്, സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഇല്ല, ഇറിറ്റേഷൻ ഇല്ല, സ്കിൻ ബ്രേക്ക് ആയിട്ടില്ല എവിടെയെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണ ഒരു 2 വീക്സിൻ്റെ ഗ്യാപ്പിൽ എക്സ്ഫോളിയേഷൻ ചെയ്യാവുന്നതാണ്. അതർവൈസ് എക്സ്ഫോളിയേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും, സ്കിന്നിൻ്റെ ബാരിയറിന് പ്രശ്നം ഉണ്ടാക്കും. അത് ബാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിന്നിൻ്റെ മുകളിലുള്ള ലൈപ്പിഡ്സ് ആണ്. അപ്പം അത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെ നല്ലതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ബാരിയർ ഹെൽത്തി ആയിട്ട് ഉണ്ടാവണമെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫോസ്ഫോലിപ്പിഡ്സ് ആവശ്യമാണ്. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നത് ഒമേഗ ഫാറ്റി ആസിഡ്സ് ആണ്. പിന്നെ അടുത്തത് നോൺ കൊമഡോജനിക് ലോഷൻ എന്ന് പറഞ്ഞാൽ ലോഷൻസ് വാങ്ങിക്കാൻ കിട്ടും. അതായത് ഈ ആക്നെ, കറുത്ത കുത്തുള്ള ഒരു ബ്ലാക്ക് പോലത്തെ ആക്നെയാണ് കൊമഡോൺസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ആക്നെ സ്കിന്നിൽ വരാറുണ്ട് ഓയിലി സ്കിന്നുള്ളവർക്ക്. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ അങ്ങനെ ഉള്ള ആക്നെ വരാൻ പാടില്ലാത്ത മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് സ്കിന്നിനെ കൂടുതൽ ഓയിലി ആക്കാത്ത മോയ്സ്ചറൈസറിൻ്റെ പേരാണ് നോൺ കൊമഡോജനിക് ലോഷൻസ്. അതാണ് ഓയിലി സ്കിന്നുള്ളവർ യൂസ് ചെയ്യേണ്ട ലോഷൻ. സ്കിന്നിൽ സോപ്പ് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സോപ്പ് സ്കിന്നിന് അത്ര ഫ്രണ്ട്ലി അല്ല. ഇനി അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈൽഡ് സോപ്പ് യൂസ് ചെയ്യുക, ഗ്ലിസറിൻ മിക്സ്ഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുക. അതിനേക്കാൾ നല്ലത് ജെല്ലാണ്.
മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖം വാഷ് ചെയ്യാൻ ക്ലെൻസറാണ് ഏറ്റവും നല്ലത്. മേക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലെൻസർ ഉപയോഗിച്ച് കഴുകിക്കളയണം. പ്രത്യേകിച്ചും ഹെവി മേക്കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് സ്കിൻ പോർസ് ക്ലോഗ് ചെയ്യാനും അതിലൂടെ ആക്നെ വരാനും പിന്നെ കാലക്രമേണ സ്കിന്നിന് ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ റിങ്കിൾസ് വരാനൊക്കെ ഒരു കാരണമാകും. നമ്മൾ ഒരുപാട് സ്കിന്നിൽ പ്രഷർ അപ്ലൈ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഏറ്റവും പ്രധാനം, ഇപ്പോൾ ബ്രഷ് ഉപയോഗിച്ചാണ് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ബ്രഷ് എല്ലാം ക്ലീൻ ആയിട്ട് കൊണ്ടുവയ്ക്കുക. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കുക. അതുപോലെ സ്കിന്നിൽ മുഖക്കുരു ഉള്ളവർ എപ്പോഴും സ്കിന്നിൽ അധികം തൊടാതിരിക്കുക. ടച്ചിങ്, അതുപോലെ സ്ക്വീസിങ്, ഇങ്ങനെ മുഖക്കുരു പിടിച്ച് പൊട്ടിക്കുക, ഇതെല്ലാം സ്കിന്നിൽ സ്കാർ വരാൻ കാരണമാവും. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ സ്കിൻ കിട്ടുന്നതാണ്. ക്ലിയർ, അതുപോലെ ആക്നെ ഫ്രീ സ്കിൻ. അപ്പോൾ ഓയിലി സ്കിന്നിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ മുഖക്കുരു ഹീലാവാനുള്ളതും, അതുപോലെ ചില സമയത്ത് എക്സ്ട്രാക്ടർ വെച്ചിട്ട് മാറ്റേണ്ടി വരും. നന്നായിട്ട് കുരു വരുന്നവർക്ക് അത് കുരു എക്സ്ട്രാക്ടർ വെച്ചിട്ട്, കൊമഡോൺ എക്സ്ട്രാക്ടർ വെച്ചിട്ട് അതിൻ്റെ പസ്സൊക്കെ മാറ്റി പിന്നെ ഹീൽ ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുകയാണ് ചെയ്യാം. ഏറ്റവും നല്ലത് ഓയിലി സ്കിന്നിൽ തെറാപ്പി എടുക്കുന്നത് തന്നെയാണ്. കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റ് ഇറിറ്റൻസ്, ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് വഷളാവുകയേ ഉള്ളൂ. നമ്മളതിൽ ചെയ്യേണ്ട കാര്യം, ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ, അതായത് ആ ഇൻഫ്ലെയിംഡ് സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞൊക്കെയാണെങ്കിൽ ഒരു ഡാർക്ക് പിഗ്മെൻറ്റഡ് ഒരു ഫേസ് ഉണ്ടാവും. അതായത് ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ക്രീംസ് യൂസ് ചെയ്യാം. മെഡിക്കേറ്റഡ് ക്രീംസ് യൂസ് ചെയ്തിട്ട് ഒന്നുകിൽ പിഗ്മെൻറ്റേഷൻ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്സ് യൂസ് ചെയ്തിട്ട് പിഗ്മെൻറ്റേഷൻ മാറ്റാം. ആ സമയത്ത് അവിടെ സ്കിൻ ഇൻഫ്ലെയിംഡ് അല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ക്ലിയർ ആൻഡ് ക്ലീൻ സ്കിൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞു, നമ്മുടെ ഡയറ്റ്, ഹൈഡ്രേഷൻ, അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒമേഗ ഫാറ്റി ആസിഡ്സിൻ്റെ സാന്നിധ്യം. അതുകൂടാതെ നമ്മൾ സ്കിന്നിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നയാസിനമൈഡ് ഉള്ള മോയ്സ്ചറൈസർ സഹായിക്കും. പിന്നെ ഓയിലി സ്കിന്നുള്ളവർ നോൺ കൊമഡോജനിക് ലോഷൻസ് ആണ്, മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ബാരിയർ പ്രൊട്ടക്ഷൻ, അതായത് സ്കിന്നിൻ്റെ ലൈപ്പിഡ് ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നിൽ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതായത് ഇറിറ്റൻസ് യൂസ് ചെയ്യാതിരിക്കുക, ഒരുപാട് എക്സ്പോളിയേറ്റ് ചെയ്യാതിരിക്കുക, ഷുഗർ ലിമിറ്റ് ചെയ്യുക ഭക്ഷണത്തിൽ. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഒരു ഹെൽത്തി ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നന്നായിട്ട് പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏജിനനുസരിച്ചുള്ള കെയർ ആണ്. ഏജിനനുസരിച്ചുള്ള കെയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 40+ ആണ് നമ്മുടെ ഏജ് എങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. കാരണം ഡ്രൈനെസ് വരും, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മളുടെ ഒരു ചെറിയ ഒരു അശ്രദ്ധ പോലും സ്കിന്നിൽ റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഡയറ്റ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുകൂടാതെ തന്നെ മോയ്സ്ചറൈസർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില ആളുകൾക്ക് ഒരുപാട് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ, ഡ്രൈ സ്കിന്നിലും നോർമൽ സ്കിന്നിലും അത് കൂടുകയാണെങ്കിൽ നമുക്ക് ഹൈലറോണിക് ആസിഡ് സീറംസ് അപ്ലൈ ചെയ്യാം. അതുപോലെ വൈറ്റമിൻ സി സീറംസ് എല്ലാം ഉണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങളുടെ സ്കിന്നിൻ്റെ നാച്ചർ നോക്കിയിട്ട്. അതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ സ്കിൻ അൺഹെൽത്തി ആണെങ്കിൽ, അതായത് ഫ്ലേക്കിയൊക്കെ ആണെങ്കിൽ അത് മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി സീറം ഒക്കെ ഉപയോഗിക്കാം. റെറ്റിനോയിഡ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസിൽ മാത്രം ചെയ്യാം. കാരണം തുടക്കത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അത് കറക്റ്റായിട്ട് വരിക ചെയ്യുക. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അതൊരു റുട്ടീനായിട്ട് ഞാൻ പറയുന്നില്ല. അതെല്ലാം ഒരു ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, മിക്കവാറും ഒരു 50s എത്തുന്ന ആൾക്കാരാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുൻപ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ, ഹെൽത്തി, ക്ലീൻ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷൻ പോസിബിൾ ആണ്. പിന്നെ സൺ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ നമ്മൾ ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താലും സൺ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ ഫോട്ടോ ഏജിങ്ങും ഉണ്ടാവും, പ്രിമച്വർ ഏജിങ്ങും വരും.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട്, ഉറക്കം സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിൻ്റെ മാത്രമല്ല, നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉറക്കം ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും, സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസും ഉണ്ടാക്കും. ഡാർക്ക് സർക്കിൾസ് വരും, സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഏജിങ് വരും, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ വരും. അപ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം എല്ലാവരും എൻഷുർ ചെയ്യുക, ഉറപ്പാക്കുക. പിന്നെ സ്ട്രെസ്സ് നമുക്ക് എപ്പോഴും അവോയ്ഡബിൾ അല്ല, പക്ഷേ സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്യാം. അതിന് യോഗ, മെഡിറ്റേഷൻ, മൈൻഡ് ബോഡി എക്സസൈസസ് ഒക്കെ ചെയ്യാം. അതുകൂടാതെ ഫിസിക്കൽ എക്സസൈസും നിങ്ങൾക്ക് ക്ലിയർ സ്കിൻ തരാൻ വളരെയധികം സഹായിക്കും. ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുമ്പം നമ്മൾ നന്നായിട്ട് വേർക്കുന്ന വിധത്തിൽ ഇത്തിരി നടക്കുക, അല്ലെങ്കിൽ ജോഗിങ് ചെയ്യാം, അതുപോലെ എയറോബിക്സ്, ഇതെല്ലാം വളരെയധികം നല്ലതാണ്. നമുക്ക് വളരെയധികം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു സ്കിൻ ബ്രൈറ്റൊക്കെ ആവുന്ന നമുക്ക് മനസ്സിലാവും. അതെന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ടത്തയോൺ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. അതായത് റെഡ്യൂസ്ഡ് ഗ്ലൂട്ടത്തയോണും ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടത്തയോണും ഉണ്ട്. അപ്പോൾ അതൊരു കെമിക്കൽ പ്രോസസ്സാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗ്ലൂട്ടത്തയോൺ ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം, എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയും. അതൊരു പ്രധാന അച്ചീവ്മെൻറ്റ് തന്നെയല്ലേ. അപ്പോൾ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, അത് സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളുടെ ബോഡി, നമ്മുടെ മൈൻഡ് രണ്ടും വളരെയധികം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ക്ലിയർ സ്കിൻ എന്ന് പറയുമ്പം മൈൻഡ്, ബോഡി നമ്മൾ കമ്പൈൻഡ് ആയിട്ട് തന്നെ, കൺജോയിൻ്റ് ആയിട്ട് തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു ഹെൽത്തി ക്ലിയർ സ്കിൻ പോസിബിൾ ആവുകയുള്ളൂ. പിന്നെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഒമേഗ ഫാറ്റി ആസിഡ്സ്, രണ്ടും വളരെ ക്രൂഷ്യലാണ്. ഒമേഗ ഫാറ്റി ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന ഫിഷിലും ചിയാ സീഡ്സ്, നട്ട്സ് ഒക്കെ ഉണ്ട്, അതിലൊക്കെല്ലാം ഉണ്ട്. അത് ഭക്ഷണത്തിലൊരു ഭാഗമാക്കുക. അപ്പോൾ ഈ ഒരു ബാരിയർ പ്രൊട്ടക്ഷൻ വളരെ ഈസിയാകും. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്രൈ സ്കിൻ അതുപോലെ തന്നെ ഓയിലി സ്കിൻ, ഇത് രണ്ടും കെയർ നന്നായിട്ട് ആവശ്യമുള്ള ഒരു വിഭാഗം സ്കിൻ തന്നെയാണ്. നോർമൽ സ്കിന്നിൽ അത്രയും വേണ്ടി വരില്ല. നമ്മൾ ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഓയിലി സ്കിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആക്നെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളെ ഫുഡ്, നമ്മളുടെ എക്സ്പോഷർ ടു കെമിക്കൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ചില മേക്കപ്സ് പോലെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ലൈറ്റ് മേക്കപ്പ് യൂസ് ചെയ്താലും ഹെവി മേക്കപ്പ് യൂസ് ചെയ്താലും രണ്ടാണെങ്കിലും ആ കെമിക്കൽസ് നിങ്ങളുടെ മുഖത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്നെ വരും. ഏതെങ്കിലും അവർ വളരെ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം കോഷ്യസ് ആവുക. നമുക്ക് പറ്റുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുക. ഓയിലി സ്കിൻ പ്രത്യേകിച്ച്. ഡ്രൈ സ്കിന്നിലെന്ന് വെച്ചാൽ അത് ഫ്ലേക്കിനെസ്, സ്കിന്ന് എപ്പോഴും ഇച്ചി ആയിരിക്കും. അപ്പോൾ അതിൻ്റെതായ ഒരു വലിഞ്ഞ മുറുകലും റിങ്കിൾ പ്രോണൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് മോയ്സ്ചറൈസർ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ചെയ്യാം. മിക്കവാറും എല്ലാവർക്കും നോർമൽ സ്കിന്നിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം. ക്ലെൻസർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് പ്രധാനമായിട്ട് എംഫസിസ് കൊടുത്ത് പറയുന്നത്. അത് കൂടാതെയും ക്ലീൻ ഹെൽത്തി സ്കിന്നിന് ഏജ് വൈസ് ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ട്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സെയാംസർ വെൽനെസ്സിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.